100%. സ്വർണ്ണപ്പാളി പ്രശ്നമായോ? സ്വർണ്ണപ്പാളി എന്താണ് ഇത്? സ്വർണ്ണപ്പാളി എൻ്റെ ഞാൻ 1-2 വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടു. ഞാൻ ഒറ്റ കാര്യം പറയാനുള്ളൂ. എനിക്ക് ഈ അമ്പലങ്ങളിലെ വക മോഷ്ടിക്കുന്നു, മറിച്ചു വെക്കുന്നു, സ്വർണ്ണം എടുത്തിട്ട് ചെമ്പ് വെക്കുന്നു, അതെടുക്കുന്നു, ഇതെടുക്കുന്നു, ഇതെല്ലാം പോസിബിൾ ആണ്. കാര്യം അവിടെ ഇരിക്കുന്ന മിക്കവാറും അണ്ണന്മാർക്ക് നന്നായിട്ട് അറിയാം ഈ കാണിക്കുന്ന മുഴുവൻ ഉടായ്പും ചൂഷണവുമാണ് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളിപ്പോൾ ഒരു ആൾദൈവത്തിന്റെ ആശ്രമത്തിൽ പോയാലും അവരവിടെ എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട്. അവർക്കറിയാം ഇതിനകത്തൊന്നുമില്ലെന്ന്. ഈ വരുന്നവന്മാരാണ് ശരിക്കും, അവരെങ്ങനെ വിഡ്ഢികളെന്ന് പറയാൻ സമയമില്ല, വരുന്നവരാണ് അവരുടെ ഒരു ആശയം. അപ്പം മന്ത്രിസഭ ആയാലും ശബരിമല ബന്ധപ്പെട്ടിരിക്കുന്നാലും നല്ല രീതിയിൽ അവർക്കറിയാം ഇതൊക്കെ ആരെയാണ് ഇതിനകത്ത് വഞ്ചിക്കാനുള്ളത്, ആരെയാണ് കബളിപ്പിക്കാനുള്ളത്, എങ്ങനെയൊക്കെ ചെയ്യാന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതിപ്പം ശബരിമലയിലെ പിടിച്ചു, മിക്കവാറും എല്ലാം ഇത് തന്നെയായിരിക്കുമല്ലോ. എന്തായാലും ദൈവം ശിക്ഷിക്കും. ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു രീതിയിലുള്ള മോഷണമോ തിരിമറിയോ അഴിമതിയോ നടത്തില്ലല്ലോ. അപ്പം ഈ അമ്പലങ്ങളിലും പള്ളികളിലും ഈ മോസ്കുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അവർ നടത്തുന്ന അബദ്ധസഞ്ചാരങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു? അവർക്ക് നന്നായിട്ട് അറിയാം ഇത് ഉടായിപ്പാണെന്ന്. ഏറ്റവും കൂടുതൽ എത്തീസ്റ്റുകളുള്ളത് ഈ പുരോഹിത വർഗത്തിൽ തന്നെ ആയിരിക്കും എന്ന് ഞാൻ ആവർത്തിച്ച് പറയാൻ കാരണം എന്താണ്? ദേ നോ. എനിക്ക് കേസ് ശരിക്കും എക്സാക്ട്ലി ഞാൻ കേസിന്റെ മെറിറ്റിലേക്കല്ല കിടന്നത്, പൊതുവിൽ കാണുന്ന വാർത്തകൾ വായിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഏതെങ്കിലും പാർട്ടിക്ക് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ അല്ല സംസാരിക്കുന്നത്. പക്ഷെ ഇതേപോലെ എന്തിനാണ് ഈ സ്വർണം പൂശുന്നത്? ഇത്രയും പൈസ കൊണ്ടുവന്ന ഒരു അമ്പലത്തിൽ കൊടുക്കുക, ചിലർ കാർ കൊടുക്കുന്നു. ഇതൊക്കെ എന്തെല്ലാം രീതിയിൽ ഗുണകരമായിട്ട് മനുഷ്യന് വേണ്ടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പണമാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെന്തെങ്കിലും ഉടായ്പകൾ കാണിക്കും. എന്നിട്ട് ഉടായ്പകൾ കാണിച്ച് കിട്ടിക്കഴിഞ്ഞാൽ തിരുപ്പതിയിലേക്കും ശബരിമലയിലേക്കും അങ്ങ് വഴിപാടി തരും. അപ്പൊ കിട്ടിക്കഴിയുമ്പോൾ ഇവന്മാരുടെ ഈ ഇത് ചിന്തിക്കും, എനിക്ക് ഇത് കിട്ടിയതിന്റെ കാരണം ഇന്നാർ അനുഗ്രഹിച്ചുകൊണ്ടാണ്. അങ്ങനെ അതിന്റെ ഒരു പങ്ക് ഇങ്ങോട്ട് പോകും. അങ്ങനെ തിരുപ്പതിയിലൊക്കെ ഈ പങ്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ വിജയ മല്യയാണ് ഈ സ്വർണം പൂശാനായിട്ട് സ്വർണം കൊടുത്തെന്ന് പറഞ്ഞത്. വിജയ മല്യയുടെ റെക്കോർഡ് നമുക്കറിയാം.